ഡിസിസി ട്രഷററായിരുന്ന എൻ വിജയന്റെ മരണത്തിൽ ഐസി ബാലകൃഷ്ണൻ എംഎൽഎയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ന്യായമുണ്ടെന്നാണ് കെപിസിസി ഉപസമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട്. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ലെന്നും വിമർശനമുണ്ട്. തുടർച്ചയായ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഐസി ബാലകൃഷ്ണൻ എംഎൽഎയുടെ അറസ്റ്റ്. വയനാട് ഡിസിസി ട്രഷററായിരുന്ന എൻ വിജയന്റെയും മകന്റെയും മരണത്തിൽ എംഎൽഎ ഒന്നാം പ്രതിയാണ്. മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. നേരത്തെ ഡിസിസി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ, കെ ഗോപിനാഥൻ എന്നിവരെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇന്നലെ അന്വേഷണ സംഘം എംഎൽഎയുടെ വീട്ടിലടക്കമെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. അതിനിടെ എൻ വിജയന്റെ മരണത്തിൽ കെപിസിസി ഉപസമിതി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ലെന്നാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. കുടുംബത്തിന് സഹായവും സംരക്ഷണവും ഉറപ്പാക്കണമെന്നും കെപിസിസി ഉപസമിതി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. സഹകരണ മേഖലയിൽ മോശം പ്രവണതകളുണ്ടെന്നും സമിതി. സഹകരണ മേഖലയിലെ നിയമനങ്ങളിൽ പാർട്ടി ഇടപെടലുണ്ടാകണം. എന്നാൽ റിപ്പോർട്ടിൽ നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് പരാമർശമില്ല. അന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിന് അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും ചെറുതല്ല. ന്യൂസ് 18 വയനാട്.